എന്നുള്ളൊരു സ്വപ്നം കണ്ടു. എന്ത് സ്വപ്നം? ആ സ്വപ്നത്തിൽ നമ്മൾ 3 പേരാണല്ലോ ഉള്ളത്. ഏത് 3 പേര്? ഞാനും ശിക്കാരി ശംഭു കുമ്പിടി സ്വാമി. എന്നിട്ട് പെട്ടെന്നിട്ട് ഒരു മുതലിന്റെ ചിറകും പിടിച്ച് പറന്നു വന്ന് അപ്പുറത്തൊരു കോഴിയുണ്ട്. ആ കോഴിക്കൊരു മുല വന്നിട്ടുണ്ട്. ബാറ്റ്മാനോ സൂപ്പർമാനോ സുലൈമാനോ ഇവരെല്ലാരും കൂടെ ഒരുമിച്ച് പറക്കുന്നു. സ്റ്റോപ്പ്. ഇങ്ങനെയുള്ള കഥകൾ നമ്മൾ കേട്ടിട്ടുണ്ട്. ഇത്തരം കഥകൾക്ക് റിയാലിറ്റി ആയിട്ട് യാതൊരു ബന്ധവും ഉണ്ടാവില്ല. ഹൊറർ, ഫെയറി ടൈൽ, ഫാന്റസി ഇങ്ങനെയുള്ള കഥകളൊക്കെ ഇതിനൊരു എക്സാമ്പിൾ ആണ്. ഞാൻ പറയുന്ന വല്ലതും കേൾക്കുന്നുണ്ടോ? ഇനി ഞാനൊരു കഥ പറയാം. ഓക്കെ. ഞാൻ ഇന്നലെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞ് ഇങ്ങനെ ഓഫീസിലേക്ക് പോകുന്ന വഴിയാണ്. റോഡ് മൊത്തം ട്രാഫിക്. എനിക്കാണെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയാൻ വയ്യ. ഡാനി സാർ എന്നെ ഇങ്ങനെ തുരുതുരാ വിളിക്കുന്നുണ്ട്. ഞാൻ എന്ത് ചെയ്യാനാ? റോഡ് മൊത്തം ട്രാഫിക് ഇല്ല, ബൈപ്പാസ് മൊത്തം ലോക്കാ. അങ്ങനെ നിൽക്കുമ്പോഴാണ് ഒരു മാലാഖനെ പോലെ വലിയൊരു ചിറകൊക്കെ വിരിച്ച് മൂപ്പരെന്റെ സേവിയറായിട്ട് വരുന്നത്. ആരാ ചോദിക്കാരാണ്? നമ്മുടെ നിഹാൽ സാർ. റിയലി? അങ്ങനെ ഒരു വഴിക്കാണ് ഞാൻ പുള്ളിക്കാരന്റെ പുറത്തൊക്കെ കയറിയത്. കറക്റ്റ് ടൈമിന് ഞാൻ ഓഫീസിലെത്തിയത്. ഇത്തരം കഥകളെയാണ് നമ്മൾ മാജിക്കൽ റിയലിസം എന്ന് വിളിക്കാറുള്ളത്. ഒരു റിയൽ വേൾഡ് സെറ്റിങ്ങിനകത്ത് ഇത്തരം കുഞ്ഞു മാജിക്കൽ എലമെന്റ്സ് കയറി വരുന്നതാണ് മാജിക്കൽ റിയലിസം.